ഇതിപ്പോൾ എന്താ കഥ? ഒരു വണ്ടിയില്ലല്ലോ, ഞാൻ മാത്രമോ? തിരക്കടില്ലല്ലോ പരിപാടി, എല്ലാവരും വെയിറ്റിങ്ങിലാണല്ലോ. ഹലോ, അസ്സലാമു അലൈക്കും. എന്താ വിശേഷമൊക്കെ? സുഖല്ലേ? ഞാനെന്നേ നമ്മൾ ബാംഗ്ലൂർ എയർപോർട്ടിലാണ്. എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ടെർമിനൽ 1 പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ പുതുതായിട്ട് വരുന്ന ഒരുപാട് ഡ്രൈവർമാർ എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ്, നമുക്ക് എയർപോർട്ടിൽ വരുമ്പോൾ പിക്കപ്പിൻ്റെ ഒരു വീഡിയോ ചെയ്തുകൂടെ? എയർപോർട്ടിൽ നമ്മൾ ഡ്രോപ്പ് ചെയ്യുമ്പോൾ അടുത്തൊരു പിക്കപ്പ് ഉണ്ടാകുമല്ലോ, ടെർമിനൽ 1 ടെർമിനൽ 2 ഒരു പിക്കപ്പ് ഉണ്ടാകുമല്ലോ. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ചെയ്തുകൂടെ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ആയിക്കോട്ടെ, ഞാൻ ചെയ്യാം. ഞാനൊരു എയർപോർട്ടിൽ പോകുമ്പോൾ ട്രിപ്പ് അടിയാണെന്നുണ്ടെങ്കിൽ ചെയ്യാന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ എയർപോർട്ടിലേക്ക് ടെർമിനൽ 1 പോയോണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് ടെർമിനൽ 1 ട്രിപ്പ് അടിക്കണത് ഇനി ചിലപ്പോൾ ടെർമിനൽ 1 തന്നെ ആവും, അല്ലെങ്കിൽ ടെർമിനൽ 2 ആവും. അപ്പോൾ അവിടുന്ന് ട്രിപ്പ് അടിച്ചു കഴിഞ്ഞാൽ ടെർമിനൽ 1 പോകുന്ന റൂട്ട്, അല്ലെങ്കിൽ ടെർമിനൽ 2 എവിടേക്കാണോ പോകുന്നത് വെച്ചാൽ ആ റൂട്ട് ഞാൻ കാണിച്ചു തരാം. എങ്ങനെയാണ് ട്രിപ്പ് എടുക്കേണ്ടത് അറിയാത്തവർക്കും വേണ്ടിയിട്ട് ഇത് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടോളി. ഓക്കെ, അപ്പോൾ ഞാനീ പോകുന്നതേ ടെർമിനൽ 1 വണ്ടിയിൽ കസ്റ്റമർ ഉണ്ട്. കസ്റ്റമറെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ ടെർമിനൽ 1 എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം എനിക്ക് ടെർമിനൽ 1 കസ്റ്റമറെ ഡ്രോപ്പ് ചെയ്ത ഉടനെ ചിലപ്പോൾ ട്രിപ്പ് അടിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കസ്റ്റമറെ ഡ്രോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കസ്റ്റമറെ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് അപ്പോൾ ഒരു 4 സ്റ്റാർ കിടക്കട്ടെ. അപ്പോൾ എനിക്ക് ട്രിപ്പ് അടിച്ചിടോ നോക്കണേ, T2 ഗോ. അപ്പോൾ ടെർമിനൽ 2 എന്നാണ് എനിക്ക് ട്രിപ്പ് വന്നിട്ടുള്ളത്. ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പോൾ ഞാൻ ടെർമിനൽ 2 പോവുകയാണ്. അപ്പോൾ അതിൻ്റെ റൂട്ടും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. എങ്ങനെയാണ് ടെർമിനൽ 2 പോണേ റൂട്ടൊക്കെ അറിയാത്തവർക്കും വഴിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അത്ര വലിയ സ്പീഡിലൊന്നും അടുപ്പിച്ചിട്ട് ഞാൻ കാണിക്കണില്ല, കാരണം അടുപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് റൂട്ടൊന്നും ചിലപ്പോൾ മനസ്സിലാവില്ല. അപ്പം ഒന്ന് സ്പീഡ് കൂട്ടിയിട്ടുണ്ട്, ഇല്ല എന്നല്ല, ഇവിടുന്ന് അത്ര സ്പീഡ് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളൊന്ന് എഡിറ്റിങ്ങിലൂടെ സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കുറച്ചൊക്കെ, നമുക്ക് റൂട്ട് അറിയാണ്ട രീതിക്കും വേണ്ടിയിട്ട്. അപ്പോൾ ഇതവിടെ ഇങ്ങനെ പോകണാണ്ടല്ലേ, ഇതാണ് നമ്മളിപ്പോൾ അവിടുന്ന് എക്സിറ്റ് ആവുകയാണ്. എക്സിറ്റ് ആവുകയെന്ന് പറഞ്ഞാൽ ടെർമിനൽ 2 പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം നേരെ പോവുക. അപ്പോൾ നേരെ പോകുമ്പം നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ റൈറ്റ് സൈഡിൽ, നമ്മൾ വലത് സൈഡിൽ കണ്ടില്ലേ ബോർഡ്, എക്സിറ്റ് ടെർമിനൽ 1 2 സ്ട്രൈറ്റ് ആണ് പോകേണ്ടത് കണ്ട്, നേരെ പോകേണ്ടത് കണ്ട്. അപ്പോൾ നമ്മൾ നേരെ പോവുക. അപ്പം റൈറ്റേക്ക് തിരിയരുത്, വലത് ഭാഗത്തേക്ക് തിരിയാതെ നേരെ പോവുക. അപ്പോൾ നേരെ ഇങ്ങനെ പോകുമ്പം നമ്മൾ കുറച്ച് ദൂരെ, അതായത് അടുത്തേക്ക് എത്തട്ടെ, നോക്കിക്കോളേ. സ്പീഡ് പോവാത്തെങ്കിൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. നേരെ ഇങ്ങനെ പോകുമ്പം നമുക്കിവിടെ ഒരു നേരെ മുന്നിൽ തന്നെ ഒരു വലിയൊരു ബോർഡ് കാണാം. എന്താണ് ആ ബോർഡും എഴുതിയിട്ടുള്ളത് എന്നുള്ളത്? ഈ ബ്ലൂ ബോർഡല്ല കേട്ടോ, ഈ മുകളിൽ കാണിക്കണതല്ല. ഇത് നമുക്ക് ടെർമിനൽ 1 2 റൈറ്റ് സൈഡിലേക്ക് പോകേണ്ട സിഗ്നലും എക്സിറ്റ് ലെഫ്റ്റൊക്കെ കാണിക്കുന്നതാണ്. നമ്മൾ നേരെ മുന്നിൽ കണ്ടെങ്കിൽ ഒരു വൈറ്റിൽ ബ്രിഗേഡ് എഴുതിയിട്ടുണ്ടല്ലേ, ഈ ബോർഡിൻ്റെ അവിടുന്ന് നമ്മൾ നേരെ റൈറ്റ് തന്നെ പിടിക്കുക. ലെഫ്റ്റ് പോകരുത്, നേരെ വലത് സൈഡ് പിടിച്ച് നേരെ പോകുക. ഒരു അമ്പൊക്കെ ചാടിപ്പോയി നേരെ പിടിക്കുക. അതിൻ്റെ ഇടയിൽ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളായി തോന്നുന്നു, ക്യാമറ ഓഫായി, ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ പിന്നെ ഇടത് സൈഡിലോട്ട് പോകരുത്, വീണ്ടും നമ്മൾ ആ വലത് സൈഡ് തന്നെ ചാരി പിടിക്കുക. അവിടെ സിഗ്നൽ മുകളിൽ ബ്ലൂ ബോർഡിൽ കാണിക്കുന്നുണ്ട് നമ്മൾ ടെർമിനൽ 2 ടെർമിനൽ 1 എന്ന് കണ്ട്. അപ്പോൾ നമ്മൾ നേരെ പോവുക, നേരെ തന്നെ പോവുക. ഇത് കണ്ടില്ല നിങ്ങൾ, ഇവിടെ നേരെ മുകളിൽ നേരെ പോയി വലത് ഭാഗത്ത് കണ്ട് തിരിഞ്ഞാൽ ടെർമിനൽ 1. ഇതാകണം ഇപ്പം ഞാൻ നേരെ, അതായത് ഫസ്റ്റിലെ വലത് ഭാഗത്തേക്കാണ് തിരിഞ്ഞ് ഈ ഡൗണിൽ താഴത്തോട്ട് നേരെ പോകുന്നത് ആണ് ടെർമിനൽ 2. അപ്പോൾ നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ വലത് സൈഡിൽ കണ്ടില്ലേ, നമ്മൾ കസ്റ്റമറെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വരുന്ന മെയിൻ റോഡിൽ നിന്ന് നേരെ പോണ റോഡാണിത്. ആ റോഡിലേക്കാണ് നമ്മൾ ഇറങ്ങി പോണത്. അപ്പോൾ അങ്ങനെ പോവാതെ നമ്മൾ നേരെ താഴേക്ക് തന്നെ പോകണം. ബോർഡ് കണ്ടില്ലേ ടെർമിനൽ. അപ്പോൾ നമ്മൾ നേരെ പിടിക്കുക. അപ്പോൾ ഇടത് സൈഡിലേക്കൊന്നും പോകരുത്, നേരെയാണ് നമ്മൾ പോകേണ്ടത്. പിക്കപ്പ് പോയിൻ്റൊക്കെ പോകേണ്ടത് ടെർമിനൽ 2 നേരെയാണ്. അപ്പം നീ നേരെ പോയിട്ട് മുകളിലോട്ട് പോവുക. അപ്പം എന്താണ് നേരെ ചെന്ന് നമ്മൾ ചെല്ലണത്, അവിടെ ഒരു കൺഫ്യൂഷൻ വരും നമുക്ക്. ഇവിടെ എത്തുമ്പോൾ കുറച്ച് കൺഫ്യൂഷനാണ്, എന്താണ് ഇവിടെ ചെയ്യേണ്ടത്, എവിടെയാണ്. കാരണം നമുക്ക് ഇത് കാണിക്കും, അണ്ടർ പാസിങ്ങും അതുപോലെ തന്നെ വലത് ഭാഗത്തേക്കൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വലത് ഭാഗത്തേക്കോ അല്ലെങ്കിൽ ആ നേരെയുള്ള അണ്ടർ പാസ് അങ്ങോട്ടൊന്നും പോവാതെ ഇടത് സൈഡിന് ചാരിയിട്ട് പോവുക. ഈ ഇടത് സൈഡിന് ചാരിയിട്ട് പോകുമ്പോൾ ഫസ്റ്റ് വലത് സൈഡത്തേക്ക്, ഫസ്റ്റ് റൈറ്റേക്ക് തിരിയുക. ഈ ഫസ്റ്റ് റൈറ്റേക്ക് ഈ പിക്കപ്പിൻ്റെ പിന്നാലെ ഇങ്ങനെ പോവുക. അപ്പോൾ നമ്മൾ അപ്പോൾ പിക്കപ്പിൻ്റെ പിന്നാലെ ഒന്നും പോകാൻ പറ്റില്ല, ഇപ്പോഴത്തെ പറഞ്ഞത് മാത്രം. അപ്പോൾ ഇങ്ങനെ നേരെ പോവുക. അപ്പോൾ നമ്മളൊരു അണ്ടർ പാസിങ് കാണും, ഇതാണ് ഇതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ നേരെ പോവുക.
അപ്പോൾ നേരെ പോകുമ്പോൾ കുറച്ച് മുകളെത്തുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും, വലത്തേക്ക് ഇടത്തേക്ക്. ഇവിടെ കുറച്ച് മൊത്തത്തിൽ കൺഫ്യൂഷൻ വരുന്ന ഭാഗമാണ്. അപ്പോൾ നമ്മൾ ഈ വലത്തേക്കൊന്നും ഇങ്ങനെ തിരിയാതെ നമ്മൾ എന്ത് ചെയ്യാതാ, നേരെ ഇങ്ങനെ പോയിട്ട് പിന്നെ ഇവിടെ ഈ വലത് സൈഡൊക്കെ തിരിയാം. ഇങ്ങനെ പോകുമ്പോൾ നമുക്കിവിടെ ഒരു ബ്ലൂ ബോർഡ് കാണും നമ്മളെ വലത് സൈഡിൽ. എന്താണ് ആ ബോർഡ്? ആപ്പ് ടാക്സി പിക്കപ്പ്. അപ്പോൾ ആ ബോർഡ് കണ്ട ഉടനെ നേരെ നമ്മളിതാ വലത് സൈഡിലേക്ക് റൈറ്റിലേക്ക് തിരിയുക. നേരെ തിരിയണ്, വീണ്ടും വലത് സൈഡിലേക്ക് തിരിയണ്. അത് നേരെ പോകുമ്പോൾ വണ്ടികൾ അങ്ങനെ നിർത്തിയിട്ടുണ്ടാവും. നമ്മുടെ ഡിസയറൊക്കെ ഉണ്ടാവും, പിന്നെ വാഗനർ ഉണ്ടാവും. അപ്പോൾ നമ്മളിവിടെ തിരിയുമ്പോൾ എന്താ, അവിടെ ക്യൂവിലാണ് വണ്ടികളൊക്കെ. അവിടെ കസ്റ്റമേഴ്സുടെ വെയിറ്റിംഗ് ആയതുകൊണ്ട് നമ്മൾ ക്യൂവിലാണ് അങ്ങനെ പോണത്. അപ്പോൾ ഇവിടെ നമ്മൾ അവർ ചോദിക്കും, സെക്യൂരിറ്റി ചോദിക്കും ടെർമിനൽ 2 തന്നെയാണോ, കൺഫേം ആക്കും. ഓക്കെ ടെർമിനൽ 2 ആണ്. ഓക്കെ അത് ചോദിച്ചതിന് ശേഷം വീണ്ടും അവർ എന്താ പറയുക നമുക്ക് വേണ്ടി ഓപ്പൺ ചെയ്ത് തരും. അപ്പോൾ നമ്മൾ പോവുകയാണത് ടെർമിനൽ 2ൻ്റെ ഇതിലേക്ക് പോവുകയാണ്. ഇപ്പോൾ വണ്ടികളുണ്ടല്ലോ നിരത്തിയിട്ടുണ്ട്. അപ്പോൾ ഡിസയർ അതുപോലെ തന്നെ വാഗനർ ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. എന്തപ്പോൾ ഇത് കഥ? അപ്പോൾ ഡിസയർ മാത്രമേ ഉള്ളൂ, വാഗനറൊന്നും കാണില്ലല്ലോ. എന്താ പറ്റി? ഞാൻ തന്നെ ഉള്ളൂ. എന്തായാലും ചിലപ്പോൾ മുന്നിലുണ്ടാവും, പോയി നോക്കുക. എന്തീ ചേമാർ വിലങ്ങിട്ട് കളിക്കണം, ഒരു ക്യാപ്പിലിടാ, ഞാൻ പോട്ടെ. അങ്ങനെ ഏതായാലും ആ ക്യാപ്പിലൂടെ ഞാൻ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി. ഉണ്ടല്ലോ ഞങ്ങൾ ഇവിടെ അതായത് ഈ എൻഡിലുള്ള ടൈനിങ്ങിൽ തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഗനറിൻ്റെ ക്യൂ ആണ്. ഇതിപ്പോൾ എന്താ കഥ? ഒരു വണ്ടിയില്ലല്ലോ, ഞാൻ മാത്രമോ? തിരക്കടില്ലല്ലോ പരിപാടി, എല്ലാവരും വെയിറ്റിങ്ങിലാണല്ലോ. ഇന്നിപ്പോൾ എന്താ വാഗനറൊക്കെ സമരത്തിലാണോ? എന്തായാലും ഒരു കസ്റ്റമർ വന്ന്, ഒരു ലേഡി കസ്റ്റമർ വന്ന് കയറിയിട്ടുണ്ട് വണ്ടിയിൽ. ഒരു 6 OTP ആയിരിക്കും നമ്മൾ പിൻ ചെയ്യേണ്ടത്. അതായിരിക്കും നമുക്ക് കസ്റ്റമർ പറഞ്ഞു തരാം. സാധാരണ നമ്മൾ ഊബർ ബുക്ക് ചെയ്യുമ്പോൾ സാധാരണ 4 ആയിരിക്കും. ഇതിൽ നമ്മൾ എയർപോർട്ടിൽ നിന്ന് 6 ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ കസ്റ്റമറെ കൊണ്ട് വണ്ടി പുറപ്പെട്ടു. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഒരു ചെക്കിങ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരെ ചെക്കിങ് കഴിഞ്ഞ് അവർ ഗേറ്റ് ഓപ്പൺ ചെയ്യണു, നേരെ പുറത്തേക്ക് പോകണു. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് മനസ്സിലാക്കാനൊന്നുമില്ല. ഇതാകണം നമ്മളിതാ സാധാരണ എല്ലാ വണ്ടികളും പോകുമ്പോൾ തന്നെ എക്സിറ്റിൻ്റെ ബോർഡ് ഉണ്ടാവും. നേരെ പോവുക, റൈറ്റ് പിടിക്കുക, പോവുക, നേരെ എക്സിറ്റ്. പിന്നെ നമ്മൾ പുറത്തുനിന്ന് ചാടി. ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഇതിൽ കാണിക്കാനുള്ളത്, ഇനിയിപ്പോൾ പറയാനുള്ളത്, അതായത് ടെർമിനൽ 2ന്ന്. അപ്പോൾ ഞാൻ ടെർമിനൽ 1 ഞാൻ എന്താ ചെയ്തു പിക്കപ്പ് ടെർമിനൽ 2ക്ക് പോകണത് കാണിച്ചെന്ന്. ഇനി ടെർമിനൽ 2ന്ന് കാണിച്ചു തന്നിട്ടില്ല. പിന്നെ നമുക്ക് എപ്പോഴും ട്രിപ്പ് അടിയണം എന്നില്ല കേട്ടോ. അതായത് നമ്മൾ കസ്റ്റമർ എപ്പോഴും ഡ്രോപ്പ് ചെയ്താൽ നമുക്ക് ടെർമിനൽ 2ക്ക് പോകണം അല്ലെങ്കിൽ 1ക്ക് പോകണം എപ്പോഴും അടിയണം എന്നില്ല. അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നീട് കാണിച്ചു തരുന്നുണ്ട്. അതായത് നമ്മൾ ടോള് കടക്കാതെ പോകാനുള്ളൊരു ഓപ്ഷൻ, അതായത് നമുക്ക് ആ ബ്രിഡ്ജിൻ്റെ താഴെയൂടെ, ഫ്ലൈ ഓവറിൻ്റെ താഴെ ഭാഗത്തൂടെ പോകാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ടോള് കൊടുക്കാതെ പോവാണ് നല്ലത്. അതായത് പിന്നെ നമുക്ക് റീഫണ്ടായി കിട്ടില്ല. കസ്റ്റമർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റീഫണ്ടായി കിട്ടുള്ളൂ ടോൾ പൈസ. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. കസ്റ്റമർ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഫ്ലൈ ഓവറിന് താഴെ കൂടെ പോകണം. അത് ഇൻഷാല്ലാ ഞാൻ പിന്നീട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മൾ ടെർമിനൽ 1 നമ്മൾ എവിടേക്കാണോ ട്രിപ്പ് എടുക്കുന്നത് വെച്ചാൽ ടെർമിനൽ 1 ആണോ ടെർമിനൽ 2 ആണോ അതൊക്കെ രീതിയിലാണ് ഇപ്പോൾ പറഞ്ഞത്. ടെർമിനൽ 1ക്ക് നമ്മൾ പിക്കപ്പിന് പോയിട്ടില്ല, ടെർമിനൽ 2ക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് സംഭവം കേട്ടോ. അതായത് നമ്മളിപ്പോൾ എയർപോർട്ട് ടെർമിനൽ 1 ഞാൻ ഇപ്പോൾ ടെർമിനൽ 2ക്ക് പോകുന്ന റൂട്ട് കാണിച്ചു തന്നു. പിന്നെ അതേപോലെ തന്നെ ടെർമിനൽ 2ന്ന് ടെർമിനൽ 1ക്ക് പോകുന്നത് പിന്നീട് ഒരു ദിവസം കാണിച്ചു തരാം. അതേപോലെ തന്നെ നമ്മൾ ട്രിപ്പ് അടിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞല്ലോ, ട്രിപ്പ് അടിക്കാതിരുന്നാൽ, ട്രിപ്പ് എപ്പോഴും അടിക്കണമെന്നില്ല, ട്രിപ്പ് അടിക്കാതിരുന്നാൽ പുറത്തേക്ക് പോകുമ്പോൾ ടോൾ ഒഴിവായിട്ട് പോകണം. കസ്റ്റമർ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ടോൾ റീഫണ്ടായി കിട്ടുള്ളൂ. അത് നമുക്ക് ആ ഫ്ലൈ ഓവറിൻ്റെ അടിയിലൂടെ പോകാനുള്ളത് അത് ഞാൻ ഒരു ദിവസം കാണിച്ചു തരാണ്ട്. മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം എന്നെ കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് കരുതുന്നു കേട്ടോ. അപ്പം എന്താ വെച്ചാൽ ഇത് പ്രത്യേകം ചെയ്യാനുള്ള കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ആൾക്കാരുടെ സംശയങ്ങളാണ് ഇത്. ഒന്നാമത് കൺഫ്യൂഷൻ വരികയാണ് ബാംഗ്ലൂർ എയർപോർട്ടിൽ. ഞാൻ തുടക്കത്തിൽ നല്ല കൺഫ്യൂഷൻ തന്നെ ആയിരുന്നു. അപ്പോൾ എനിക്കും ഇപ്പോഴും എക്സ്പെർട്ട് അല്ല, അങ്ങനെ തന്നെ പറയല്ലോ, ഒരു കാര്യത്തിൽ നമ്മൾ എക്സ്പെർട്ട് അല്ല. അപ്പോൾ ഞാൻ എക്സ്പീരിയൻസ് അല്ലാത്തതുകൊണ്ടും നമുക്കുള്ള കാര്യം നമുക്ക് ഓപ്പണായി പറയണേ, ആരും മുന്നിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എനിക്കുള്ള കാര്യം പറയാമല്ലോ, നമ്മളൊന്നും തികഞ്ഞവരല്ല, എനിക്കത്ര അറിയണ ആളും അല്ല. എന്നെ കൊണ്ട് അറിയുന്ന അറിവ് ഞാൻ എല്ലാവർക്കും പകർന്നു കൊടുക്കുകയാണ്. കാരണം ഞാൻ തുടക്കത്തിലൊക്കെ വന്ന സമയത്ത് ഇങ്ങനെ ഒരുപാട് പെട്ടിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ കറങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലൂടെ, എയർപോർട്ടിൻ്റെ ഉള്ളിൽ കൂടെ. അപ്പോൾ ആ ഒരു അവസ്ഥ ആർക്കും വരാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ കൊണ്ട് കഴിയുന്നൊരു സഹായം ഒരാൾക്ക് കിട്ടണമെങ്കിൽ കിട്ടട്ടെ. അപ്പം ഇൻഷാ അല്ലാ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഇനി എന്താ പറയുക, അപ്പോൾ ആ ഡൗട്ടുകൾ കഴിയുമ്പോൾ തന്നെ കുറേയൊക്കെ തീർന്നു വരുന്നതല്ലായിരുന്നു അറിയാത്തവർക്കൊക്കെ. അപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോകളൊക്കെ നമ്മൾ കഴിയുന്ന പോലെയൊക്കെ ചെയ്യലുള്ളൂ, സമയത്തിനനുസരിച്ച് ചെയ്യലുള്ളൂ. സമയം കിട്ടൂല, അറിയാലോ, ഡ്രൈവർ ഫീൽഡാണ്. ഒഴിവിനനുസരിച്ച് അങ്ങനെ ഒരു ക്യാപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യുന്നത് മാത്രം.
അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നല്ല വീഡിയോകളായിട്ട് വീണ്ടും വരാം. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാം നിങ്ങളെ കൊണ്ട് കഴിയണമൊക്കെ ചെയ്ത് വെക്കുക. പക്ഷെ അത് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. ഓക്കെ, അസ്സലാമു അലൈക്കും, ബൈ.